ഹായ് ഹലോ നമസ്തേ കഫ്ലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരു ജാതി ജാതകം ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. സൈനോറല്ലേ കുറുക്കൻ അതിനകത്തെ ക്യാരക്ടർ പോലെ ഒരു കുറെ പേരുണ്ട് ഇതില്. നീലകമലുണ്ട്, അച്ഛന്റെ 16 കല്യാണം ഒന്നിച്ചാണ് ഈ അത് കൊള്ളാല്ലേ. പുള്ളിക്ക് ഇപ്പോഴും സോകം ഉണ്ടല്ലേ. എന്താ മനസ്സിലായ കൊള്ളാല്ലേ. ഇത് മറ്റേ എന്റെ ഡയറക്ടറിനെ കണ്ട പുള്ളിയുടെ മുമ്പത്തെ സിനിമ മറ്റേ അരവിന്ദന്റെ അതിഥികൾ, അത് പുള്ളിയുടെ സിനിമയാണ്. അപ്പം അത് കഴിഞ്ഞ് വേറൊരു ജേണറിലുള്ള മറ്റേ നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിൽ കാണുമ്പോൾ ഉള്ള ആ ഒരു അതായത് ഒരു കല്യാണ സെറ്റപ്പ് ഉള്ള ഒരു അതുപോലെ തോന്നിയാണ് ഈ കിടക്ക് വെച്ച്. പക്ഷെ കൊള്ളാല്ലേ. അതായത് ഈ മാസം ഇറങ്ങി വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു ഫുൾ കോമഡി ഒരു വൈബ് പടം എന്നുള്ള രീതിയിലുണ്ട്. പിന്നെ സൈനോറോട് വിധു പ്രതാപ് ഉണ്ട്. ഇതിനു മുമ്പ് ഇത് അഭിനയം ഇല്ലല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഉണ്ടാകുന്ന അറിയത്തില്ല. പിന്നെ LGBTQ മറ്റേ അങ്ങനെയൊക്കെ എപ്പൊ പ്രശ്നം ചോദിച്ചത് അതൊക്കെ. പക്ഷെ കൊള്ളാല്ലേ. ഒരു എന്തായാലും ഒരു ഫൺ കോമഡി മൂവി ഒരു ഇതിലോ അങ്ങനെയാണ് തോന്നുന്നത് എന്തായിരുന്നാലും. പിന്നെ വിനീത് ശ്രീനിവാസൻ കുറെ നാൾക്ക് ശേഷം കുറച്ചായി എനിക്ക് മറ്റേ പുള്ളിയുടെ അവസാനം കിടിലായിട്ട് മറ്റേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഞാൻ ആദ്യം വിചാരിച്ച് അത് കണക്കുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറുക്കൻ സിനിമയിലെ ഒരു ക്യാരക്ടർ കണക്കാണ് തോന്നിയത്. ഞാൻ ആദ്യം ഇതിന്റെ ടീച്ചർ കണ്ടപ്പോൾ വിചാരിച്ച് കറക്റ്റ് മറ്റേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ ഒരു ടൈപ്പ് ക്യാരക്ടർ ഇല്ലേ, ഞാൻ അതെന്നാണ് ആദ്യം വിചാരിച്ചത് ടീച്ചർ ഉണ്ടപ്പം. പിന്നെ ടൈറ്റിൽ ഉണ്ടോ ഒരു ജാതി ജാതകം വെച്ച് മിക്കവാറും അതായിരിക്കും ഒരു കഥ എന്നുവെച്ചപ്പം കല്യാണം നമ്മളിപ്പോ നോക്കുന്നതിന് ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് പ്രായമായിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ഏജ് വെച്ചിട്ട് പുള്ളിക്ക് പെണ്ണ് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് കണ്ട് അങ്ങനെ അതും ആയിരിക്കാം. പിന്നെ അതിന്റെ കൂടെ ജാതകം കൂടെ പ്രശ്നം അത് വെച്ചിട്ടുള്ള അതെ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇനി ഒരു ജാതി ജാതകം എന്നുള്ള ഇതിലായിരിക്കുമല്ലോ സ്റ്റോറി പോയിരിക്കണത് എന്നാണ് എൻ്റെ ഒരു ആയിരിക്കും. കാരണം പുള്ളിക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ തന്നെ ഇത്രയും കണ്ട് ആരെയും ഇഷ്ടപ്പെട്ടില്ല, വീണ്ടും നോക്കി അങ്ങനെയുള്ള ഒരു ഇതാണ്. ഇതായിരുന്നു മനസ്സിലായി ആ അമ്മച്ചി. മനസ്സിലായി അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു, അതിലുണ്ടായിരുന്നു. അല്ല ഞാൻ മറ്റേ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലുണ്ടല്ലോ. അതിനകത്ത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ല് ഒരു തുണി മറ്റേ വേറൊരു വന്നത്. ഇപ്പൊ മറ്റേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് എടുക്കണ സീനില്ലേ? ഉണ്ട് അയ്യപ്പനാണ് ഞാൻ ഇവിടെ മുങ്ങി കുളിച്ച്. അപ്പൊ എന്തായാലും ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കും. ഇനി അടുത്തൊരു ട്രെയിലറായിട്ട് കാണാം.